ഓക്കെ. ഇത് നമ്മള് എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇതിന്റെ ഫുൾ ഇന്റീരിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ടാക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ടാക്സിനകത്ത് വന്നിട്ട് എക്സ്ട്രാ അനാവശ്യമായിട്ട് വന്നതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കി എക്സ്ട്രാ വേണ്ടതൊക്കെ ഒന്ന് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് ഫ്ലോർ വാള് അത് നമുക്ക് വേണം. ഫൗണ്ടേഷന് ഫ്ലോർ നമുക്ക് വേണം. പിന്നെ ഗ്രൗണ്ട് റൂഫ് നമുക്ക് വേണം. ഗ്രൗണ്ട് വാള് പിന്നെ അതുപോലെ പ്ലാന് ഓഫ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിന് ഒരു ടാഗ് ഉണ്ടായി കൊടുക്കുക. ഈ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തിട്ട് അതിനോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി വീട് ഗ്രൂപ്പ് ചെയ്ത് ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ പോർച്ചിലെ കാറ് വേണ്ട. കാറ് ഞാൻ തൽക്കാലം ഡിലീറ്റ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹെവി ലോഡായിരിക്കും. ഒരു ഷെയ്ഡ്സ് ആൻഡ് ഷോ വാൾ എന്ന് പറഞ്ഞ ഒരു ടാഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള സംഭവങ്ങൾ, ഈ ഷോ വാള് കാര്യങ്ങളൊക്കെ ഒന്ന് അതിലോട്ട് മൂവ് ചെയ്യാം. നമുക്കൊരു ഫസ്റ്റ് ഫ്ലോർ റൂഫ് എന്ന് പറഞ്ഞിട്ട് ടാഗ് ഉണ്ടാക്കാം. ഈ ലൈറ്റുകൾ കംപ്ലീറ്റ് ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന് വാളിലോട്ട് മാറ്റുക. നമുക്ക് ഈ ഒരു പിന്നെ നമ്മൾ ഈ കൊടുത്തുള്ള കർട്ടൻ കംപ്ലീറ്റ് ഡിലീറ്റ് ആക്കുക. ഓക്കെ. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളെ വരുന്നത്. ഇത്രത്തോളം ടാഗ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെല്ലാം കൂടി നമുക്കൊരു ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ വന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ആവും. അതിനുശേഷം ഒരു ടാഗ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. കോമൺ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിന്റെ ഉള്ളിലോട്ടാ മാറ്റുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മള് ഇപ്പോ ഓരോ റൂമും ചിലപ്പോ നമുക്ക് ഹെവി സിസ്റ്റം ഉള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ കുറച്ചൊക്കെ സിസ്റ്റം ലോഡ് കുറഞ്ഞ സിസ്റ്റം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു 2 ഇന്റീരിയർ, ഐ മീൻ 2 റൂം, ഒരു ലിവിംഗ്, ഒരു ബെഡ്റൂം ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം ഹാങ് ആവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഈ കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ കീപ്പ് ചെയ്യും. രണ്ടാമതൊരു ഫോൾഡർ ഉണ്ടാക്കും. പുറത്തുണ്ടാക്കണം. ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ അൺടാഗഡ്മ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് വരും. ഇതിനകത്ത് ഞാൻ ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കും. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഓരോ ബെഡ്റൂം, കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് സെപ്പറേറ്റ് ടാഗ് ചെയ്യും. അപ്പൊ എന്താ സുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കിച്ചന്റെ ഉള്ളിലുള്ള ഫുള്ള് ഫർണിച്ചർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു ടാഗ് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ ഫുൾ ആയിട്ട് ഓഫ് ആവും. ആ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യല്. ഓക്കെ. തൽക്കാലം ഇന്ന് ആവശ്യമുള്ളതൊക്കെ ഒന്ന് ഓൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കംപ്ലീറ്റ് ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം ഷെയ്ഡ്സ് നമുക്ക് വേണ്ട. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് വേണ്ട. ഫസ്റ്റ് റൂഫ് തൽക്കാലം ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് റൂഫ് ഓഫ് ചെയ്യുക. കാർ പോർച്ച് ഓഫ് ചെയ്യുക. ലൈറ്റ്സ് ഓഫ് ചെയ്യുക. ഫസ്റ്റ് വാള് ഓഫ് ചെയ്യുക. വിൻഡോസ് ഓഫ് ചെയ്യുക. ഗ്രൗണ്ട് റൂഫ് ഓഫ് ചെയ്യുക.
ഇവിടെ ചെറിയൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്, നമുക്ക് നോക്കണം. അതുപോലെ ഫാനും തൽക്കാലം ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് ഇത് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒരു കോർണർ പിടിച്ച് നമ്മൾ അപ്പ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രശ്നമാണിത്. ഓക്കെ, നമ്മളെപ്പോഴും മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളാണ്, പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും ഈ മിസ്റ്റേക്ക് ഒക്കെ. അപ്പൊ അത് ശ്രദ്ധിക്കാതെ ചെയ്യുന്നോണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അതിങ്ങനെ സ്പീഡിൽ ചെയ്ത് പോകുന്നോണ്ടേ. ഈ ഒരു ഗ്രൂപ്പിനെ കട്ട് ചെയ്തിട്ട് ഞാൻ വാളിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന ലൈനൊക്കെ ഒന്ന് ക്ലീൻ ആയി കൊടുക്കാം. ഇത് പിന്നെ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാൻ ആ പ്ലാനിന്റെ ടാഗ് ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ രണ്ട് ടാഗ് ആക്കാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാനും ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനും എന്ന് പറഞ്ഞിട്ട് രണ്ട് ടാഗ് ആക്കാം. ഓക്കെ, അതിന്റെ മുന്നേ ഇതിനെ നമുക്കൊന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കുക. അപ്പൊ അത് അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ പേരൊന്ന് മാറ്റാം. ഗ്രൗണ്ട് പ്ലാൻ എന്നും ഒരു പുതിയ ടാഗ് ആഡ് ചെയ്യുക. ഫസ്റ്റ് പ്ലാൻ എന്നും. അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്ത് അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനിലോട്ട് മാറ്റാം, അതിനെ ഓഫ് ചെയ്യാം. ഓക്കെ, ഈ വിൻഡോസ് നമുക്ക് ഇവിടെ വിൻഡോസ് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ എക്സ്റ്റീരിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന വാളുകളൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി തൽക്കാലം ഞാൻ ഗ്രൂപ്പിന്റെ പുറത്താണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വരച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഉള്ളിലോട്ട് ഇടാം. ഓക്കെ ഓക്കെ അതിനുശേഷം നമുക്ക് അതിൽ ഇന്റീരിയറിൽ വരുന്ന വാളുകളൊന്ന് വരയ്ക്കാൻ വേണ്ടി റെക്ടാങ്കിൾ ടൂൾ എടുക്കുക. എല്ലാം ഒന്ന് സ്കെച്ച് ചെയ്യുക. ഈ സിറ്റ് ഔട്ടിന്റെ ഭാഗം മാത്രം ബ്ലാക്ക് ടൈൽ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇത് സെലക്ട് ചെയ്തിട്ട് ബാക്കി ഏരിയയിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു കളർ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ വന്നിട്ട് കളർ ആഡ് ചെയ്യുക. ഞാനൊരു വൈറ്റ് ടൈല് ലോഡ് ചെയ്യുന്നുണ്ട്. സൈസ് ഒരു 300 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ഡോറ് ഡിലീറ്റ് ആയി കളയുന്നുണ്ട്. ഇത് ഞാൻ എക്സ്റ്റീരിയറിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഡോറാണ്. ഇന്റീരിയറിന് വേണ്ടിയിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഡോറ് കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഡോറൊക്കെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഈ വിൻഡോന്റെ പൊസിഷൻ ഒന്ന് സെന്റർ ആക്കി വെക്കാം. ഓക്കെ, പ്ലാനിൽ അങ്ങനെ ഇല്ല, പക്ഷെ നമ്മൾ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി സെറ്റ് ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഈ പിന്നെ അത് സെറ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ വിൻഡോ അല്ല ഇവിടെ വരേണ്ടത്. അപ്പൊ ഞാൻ തൽക്കാലം വിൻഡോ ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഇനി ശേഷം ഞാൻ ഇവിടെ സെന്ററിൽ ഒരു 2 മീറ്ററിന്റെ വിൻഡോ ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഈ ഒരു രീതിയിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഓക്കെ, ഞാൻ 2 മീറ്റർ നീളവും 50 സെന്റിമീറ്റർ ഹൈറ്റും 60 സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലോറിൽ നിന്ന് ഒരു 1.20 ഹൈറ്റിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അതിനുശേഷം അവിടേക്കുള്ള വിൻഡോ നമുക്കൊന്ന് ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് എക്സ്ട്രാ വന്നിട്ടുള്ള പിന്നെ ഓക്കെ. നമ്മളപ്പോ വിൻഡോസ് കാര്യങ്ങള്, ഡോറ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളറ് കാര്യങ്ങളൊക്കെ സെയിം ആക്കിയിട്ടുണ്ട്. വിൻഡോന്റെ ഒക്കെ കളറ് കാര്യങ്ങള് നമ്മൾ സെയിം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനൊന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുന്നേ ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ മോഡൽ ഇൻഫോയിൽ പോയിട്ട് നമ്മള് അനാവശ്യമായിട്ടുള്ള എല്ലാ പിന്നെ മെറ്റീരിയൽസും ഒന്ന് ഡിലീറ്റ് ആക്കി ഒന്ന് ഫയൽ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. ക്ലീൻ ആക്കി വെക്കുന്നതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് ഫയലിന്റെ ലോഡ് കുറക്കുക എന്നുള്ളത്. അതിപ്പോ 253 മെറ്റീരിയൽ ഉണ്ട്. നമുക്കിതൊന്ന് പിന്നെ അൺപർച്ച് ചെയ്തിട്ട് നോക്കാം എത്രത്തോളം പോകുന്നുണ്ടെന്ന്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ലോഡൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെജിറ്റേഷൻ ഒക്കെ ചിലപ്പം ഒഴിവാക്കേണ്ടി വരും. നല്ല കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് നോക്കട്ടെ. ഓക്കെ. നമ്മളപ്പോ മെറ്റീരിയൽ അൺപർച്ച് ചെയ്തപ്പോ വെറും 59 മെറ്റീരിയൽ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി സേവ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഞാനൊക്കെ എപ്പളും ഇടയ്ക്കിടയ്ക്ക് അൺപർച്ച് ചെയ്യലുണ്ട്. കാരണം നമുക്ക് ലോഡ് ഒരുപാട് കുറഞ്ഞു കിട്ടും. ഇനിയിപ്പോ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന കേസിൽ ഒരുപാട് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലോഡായിരിക്കും. ഓക്കെ. അപ്പോ നമുക്ക് പിന്നെ ഈ വർക്ക് ഏരിയയിലെ വിൻഡോ കുറച്ച് വലിയ വിൻഡോ തന്നെ കൊടുക്കാം നമുക്ക്. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതന്നെ കൊടുക്കാം. പക്ഷെ ഞാനത് കുറച്ച് വലുത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ വേറെ വിൻഡോ ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ഒരു വിൻഡോ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ട. നമുക്ക് ജസ്റ്റ് ഒരു വലിയ വിൻഡോ തന്നെ കൊടുക്കാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫ്ലോറിൽ നിന്നും ഒരു 1:10 മാർക്ക് ചെയ്യുക. ഓക്കെ. 1 മീറ്ററിന്റെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് 2 കള്ളി ഈ 2 കള്ളി വിൻഡോനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ഇത് കോപ്പി ചെയ്യുക. ഇവിടെ കൊടുന്ന് വെക്കുക. ഇതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് വരച്ച് വെക്കാവുന്നതേ ഉള്ളൂ ട്ടോ ഞാന്. ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ പൊതുവെ ആദ്യം കിച്ചണാണ് സ്റ്റാർട്ട് ചെയ്യല്. കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റെയർ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഏരിയകളിലോട്ട് പോകാറ്. നമുക്കിന്ന് ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഓൾറെഡി പിന്നെ കിച്ചൺന്റെ വീഡിയോ നമ്മൾ ചെയ്തതല്ലേ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കോർട്ട്യാർഡ് സ്പേസ് നമ്മൾ ചിലപ്പോഴേ ചെയ്യുള്ളൂ. ഓക്കെ. കാരണം പേഴ്സണലി എനിക്കത് വലിയൊരു താല്പര്യം തോന്നിയില്ല. കാരണം എൻട്രൻസിന്റെ നേരെ ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഞാനത് ചിലപ്പോഴേ ചെയ്യുള്ളൂ. അപ്പോ തൽക്കാലം നമുക്ക് ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമുക്ക് ഈ ഒരു ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് പൊതുവെ ഈ ബെഡിന്റെ സെൻട്രലില് വിൻഡോ വരുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ ഞാൻ തൽക്കാലം അത് ഡിലീറ്റ് ആക്കുന്നുണ്ട്. നമ്മളത് ചെയ്യുമ്പോ ക്ലയന്റിനോട് പെർമിഷൻ ചോദിച്ചിട്ട് ക്ലയന്റിന്റെ ഇഷ്ടപ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഞാനൊക്കെ പ്ലാന് വരക്കുമ്പോ ഞാനത് ശ്രദ്ധിക്കലുണ്ട്. ഞാൻ സെൻട്രലിൽ വിൻഡോ കൊടുക്കാറില്ല ബെഡിന്റെ ബാക്കിൽ. ഓക്കെ. ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടായതുകൊണ്ട് പിന്നെ ഞാനത് അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2 സൈഡിലോട്ട് വിൻഡോ മാറ്റാൻ. അതിന് വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്നും ഒരു 1 ഫീറ്റ് ഒരു 30 സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 60 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു 30 സെന്റിമീറ്റർ കൊടുക്കുക. ഫ്ലോറിൽ നിന്ന് ഒരു 60 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട്
ലിൻഡർ ലെവലും ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം റെക്ടാങ്കിൾ ടൂൾ എടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇതിന്റെ സെന്റർ സെലക്ട് ചെയ്തിട്ട് അതിന്റെ കോപ്പി എടുത്തിട്ട് ഇപ്പുറത്തോട്ട് വെക്കുക. പി അടിച്ച് പുഷ് പുൾ എടുത്ത് ബാക്കിലോട്ട് പുഷ് ചെയ്യുക. അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് അൺഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ സിംഗിൾ വിൻഡോ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ടാഗിലോട്ട് അസൈൻ ചെയ്ത് വെക്കുക. അതിന്റെ മെറ്റീരിയൽ ചെക്ക് ചെയ്യുന്നുണ്ട്, സെയിം മെറ്റീരിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സെയിം അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ മെറ്റീരിയൽ ഞാൻ ചെക്ക് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീറെ അസറ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണ്ട മെറ്റീരിയൽ ആദ്യം സെലക്ട് ചെയ്യും. അതിനുശേഷം സെലക്ട് ഒബ്ജക്റ്റിന്റെ സീൻ കൊടുക്കുമ്പോൾ അത് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ സെലക്ട് ആവും. ആ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യൽ. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ വിൻഡോന്റെ പൊസിഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റെക്ടാങ്കിൾ ടൂൾ എടുക്കുക. എല്ലാ റൂമിനും ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടി റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് അവിടെ മുകളിൽ വരച്ചിട്ട് എഫ് അടിച്ച് ഒരു 1 സെന്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുക്കുക. സെൻട്രൽ വരുന്ന ഭാഗം ഡിലീറ്റ് ആക്കുക. അതിനുശേഷം 10 സെന്റിമീറ്റർ കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. താഴോട്ട് 290 മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിൽ വന്ന് നിൽക്കും. അതിനുശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള എല്ലാ ഏരിയയും ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഈ ഒരു ഏരിയ സെറ്റ് ചെയ്യാൻ നമുക്ക് സിംഗിൾ ആയിട്ട് ഫോളോ മീ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു എല്ലാ ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഈ ഒരു ലൈന് പിക്ക് ചെയ്യുക, പുറത്തോട്ട് കൊടുന്ന് വെക്കുക. അതിനുശേഷം സെൻട്രൽ പോർഷൻ ഡിലീറ്റ് ആയി കളയുക. ഏതെങ്കിലും ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടുന്ന് താഴോട്ടൊരു 10 സെന്റിമീറ്റർ വരയ്ക്കുക. ഒരു സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അതിനൊന്ന് കണക്ട് ചെയ്യുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമ്മൾ ഈ റെക്ടാങ്കിൾ അൺസെലക്ട് ചെയ്യുക. ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ഫോളോ മീ ടൂൾ ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അതിനുശേഷം അതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക, ഐസൊലേറ്റ് ഓഫ് ചെയ്യുക. താഴോട്ടേക്ക് ഒരു 290 മൂവ് ചെയ്തെക്കുക. ഓക്കെ, നമുക്ക് അവിടെ ആയിട്ടുണ്ട്. എക്സ്ട്രാ ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഡോറിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഡിലീറ്റ് ആക്കുക. സ്കേറ്റിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ പിന്നെ നമ്മൾ സ്കേറ്റിംഗ് കൊടുക്കുന്നില്ല, ടൈല് വാളിൽ ഒട്ടിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ടെക്സ്ചർ അപ്ലൈ ചെയ്യുന്നതാണ് ടൈല്. ഓക്കെ, ടൈലിന് പകരം ടെക്സ്ചർ അപ്ലൈ ചെയ്യാണ്. ചിലപ്പോ നമ്മള് പിന്നെ ഈ ഫ്ലോർ ജനറേറ്റർ എന്ന ടൂൾ ഉപയോഗിച്ചിട്ടും ചെയ്യും. അത് ആ ഒരു സമയം നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ബെഡ്റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിൻഡോസിനും ഞാനൊരു പിന്നെ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെക്ടാങ്കിൾ വരയ്ക്കുക. ഒരു 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുത്തിട്ട് എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്യുക. ഇങ്ങനെ ബാക്കിലോട്ട് പുഷ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിനെ കമ്പോണന്റ് ആക്കുന്നുണ്ട്. കാരണം ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിലും കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പുറത്തോട്ട് കോപ്പി ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ 4 സൈഡൊക്കെ ഒന്ന് അലൈൻമെന്റ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ലൈന് കാര്യങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക. ശേഷം ഈ ഒരു മെറ്റീരിയൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അലൈൻമെന്റ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് സെറ്റ് ചെയ്യാം. അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഭാഗം സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിനകത്ത് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അതിന് റൊട്ടേറ്റ് ആവുന്ന ഓപ്ഷൻ ഉണ്ടാവും. റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതിനെ സെലക്ട് ചെയ്തിട്ട് താഴെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു ഫ്രെയിം കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാം.
ഓക്കെ. ഇനി നമുക്ക് ബെഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ബെഡ് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ്. നമ്മൾ ബെഡ് ഡിസൈൻ ചെയ്യുന്ന സിമ്പിൾ ആയിട്ടൊരു ബെഡ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ പിന്നെ ഈ വീഡിയോ കാണുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. തൽക്കാലം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ബെഡ് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മളെ ബെഡ് ഇവിടെ ഇമ്പോർട്ട് ആക്കി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ വരച്ചിട്ടുള്ള ഒരു ബെഡാണ്. ഇനിയിപ്പോ ഇതിനകത്ത് നമുക്ക് ഓക്കെ, ഞാൻ ഇതിനകത്ത് നിന്നേ ഈ ഒരു ഹെഡ് ബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് ഡിലീറ്റ് ആക്കുക. അതൊക്കെ നമുക്ക് നമ്മുടെ ഇതിന് മാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഈ ഒരു സൈഡ് ടേബിൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോ നമ്മളെ സൈസ് കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുന്ന് പ്ലേസ് ചെയ്യുക. ഈ ബെഡിനെ കറക്റ്റ് സെന്റർ ആക്കി വെക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഈ സൈഡ് ടേബിളും കൂടി ഒന്ന് ഡിലീറ്റ് ആക്കുക. നമുക്ക് സെപ്പറേറ്റ് കൊടുന്ന് വെക്കുക, വേറെ വെക്കുക. നമ്മുടെ സൈസിനനുസരിച്ചുള്ളത് സൈഡ് ടേബിൾ ആഡ് ചെയ്യാം നമുക്ക്. ഓക്കെ. നമ്മൾ ഈ ഒരു ബെഡ് മാത്രമാണ് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഡിലീറ്റ് ആയി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ നമ്മളൊരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇപ്പൊ നിലവിൽ ഒരു സീൻ ആഡ് ചെയ്യണം. ഓക്കെ. ഇനി ഞാൻ റീനെയിം ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് വർക്ക് പറഞ്ഞിട്ട് ഞാനൊരു ടാഗ് ആഡ് ചെയ്തിട്ടുണ്ട്. സീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എക്സ്റ്റീരിയറിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ സീനും ഡിലീറ്റ് ആയി കളയുക. ഇതെന്തിനാ നമ്മൾ ഗ്രൗണ്ട് വർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റേജിൽ അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മള് എന്താ പറയാ, അപ്പൊ ഇതുപോലൊക്കെ ഉള്ള ഒരു നമ്മളിപ്പോ വർക്ക് ചെയ്തിട്ട് ഇതുപോലെ എന്താ പറയാ, ഇപ്പൊ നമ്മള് സീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഫുള്ള് ലെയറും ആക്റ്റീവായിട്ട് കിടക്കാന്ന് വിചാരിക്കേ. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മളെ വർക്കിന്റെ ഒരു സീനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഫസ്റ്റ് തന്നെ ആ ഒരു രീതിയിൽ ഞാൻ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യല് അതുകൊണ്ടാണ്. ഓക്കെ. ഇനിയിപ്പോ ഈ ബെഡിന്റെ പൊസിഷന് കാര്യങ്ങൾ അലൈൻമെന്റ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കുക. സെന്റർ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓൾമോസ്റ്റ് 90 സെന്റിമീറ്റർ ആണ് ഗ്യാപ്പ് കിട്ടുക. ഓക്കെ. ഇനി നമുക്ക് ഇതിലോട്ടൊരു സൈഡ് ടേബിളും കൂടി ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് അടിക്കുക. ഇതൊക്കെ ഞാൻ ഓൾറെഡി മോഡൽ ചെയ്ത് വെച്ചതാണ്. ഇതിന്റെയൊക്കെ മോഡൽസ് വേണമെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ കയറിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇതൊക്കെ മോഡൽ ചെയ്യുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു ഡോറ് ഇപ്പുറത്തോട്ട് വെക്കട്ടോ. അതാണ് ഒന്നുകൂടി നല്ലത്. മാത്രല്ല ഇതിപ്പോ ഡോറ് തുറക്കുമ്പോ തന്നെ നേരെ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ ഈ ഡോറ് ഇതൊക്കെ ആക്ച്വലി പ്ലാൻ വരക്കുമ്പോ തന്നെ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോ തൽക്കാലം നമുക്ക് ഇപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു സൈഡ് ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന്. ഓക്കെ. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ബെഡിന്റെ പൊസിഷന് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇവിടെ ഒരു വാർഡ്രോബ് വേണം. വാർഡ്രോബ് നമുക്ക് സെപ്പറേറ്റ് മോഡൽ ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓക്കെ. അതിന് മുന്നേ നമുക്ക് ഇതൊക്കെ ഒന്ന് ടാഗ് ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫോൾഡർ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നമ്മൾ അൺപർച്ച് ചെയ്തപ്പോ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇതിനകത്ത് ഇത്രയും സംഭവങ്ങൾ ഇപ്പോൾ ടാഗിലല്ല കിടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വിൻഡോ ഡിലീറ്റ് ആക്കുക.
പിന്നെ ഈ മെയിൻ ഫോൾഡറില്ലേ, ഈ ഫോൾഡർ അൺഹൈഡ് ചെയ്യുക. ഈ ഫോൾഡർ അൺഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടാഗ് അല്ലാതെ കിടക്കുന്നുണ്ടെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്കേർട്ടിങ് സെലക്ട് ചെയ്യുക ആദ്യം. സ്കേർട്ടിങ് നമുക്ക് ഫൗണ്ടേഷൻ തന്നെ കൊടുക്കുക. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ടാഗ് ചെയ്യാം. ഞാൻ സിംഗിൾ ഇത് തന്നെ കൊടുക്കല്. പിന്നെ ഇത് നമ്മളെ ഡോറിലോട്ട് കൊടുക്കുക. പിന്നെ വരുന്ന ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ബെഡ്റൂം 1 കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള ടാഗ് അവിടെ നിൽക്കട്ടെ. ഐ മീൻ ആ ഫോൾഡർ അവിടെ കീപ്പ് ചെയ്തിട്ട് ഓക്കെ. ഇതിനെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അൺടാഗഡ് സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഈ ആഡ് ടാഗ് അടിക്കുക. ശേഷം ബെഡ് 1 എന്ന് കൊടുക്കുക. ഇതിനെല്ലാതും കൂടി സെലക്ട് ചെയ്തിട്ട് ബെഡ് 1 മാറ്റുക. അതാകുമ്പോൾ പിന്നെ നമുക്ക് ബെഡ് 1 ആയിട്ട് ഇങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബെഡ് 1 മാത്രം നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു വർക്കിംഗ് രീതിയാണിത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു കാർപ്പറ്റ് വേണം. ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനൊരു 1 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അതിനൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ മോഡലിംഗ് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വാർഡ്രോബ് വേണം. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ബോർഡ് ഒന്ന് ഡിസൈൻ ചെയ്യണം. ഹെഡ് ബോർഡൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രീതിക്ക് നമുക്ക് വേണ്ട രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിലവിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഹെഡ് ബോർഡ് ചെയ്യാനേ 2 സൈഡിൽ നമുക്ക് ലൂർ പാനൽ അടിക്കുക. സെൻറ്ററിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാനലിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് പിന്നെ മുകളിൽ നിന്ന് ഒരു 30 സെന്റിമീറ്റർ ഞാൻ താഴോട്ട് എടുക്കലുണ്ട്. കാരണം 30 സെന്റിമീറ്ററിലാണ് ഞാൻ അതായത് ഫ്ലോറിൽ നിന്ന് 2.70 ഹൈറ്റിലാണ് ഞാൻ പിന്നെ സീലിംഗ് അടിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 30 സെന്റിമീറ്റർ ഗ്യാപ്പ് കൊടുക്കുക. തൽക്കാലം ഈ ബെഡിനെ ഒന്ന് നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ വരിക, അതായത് നമ്മുടെ ടാക്സിൽ വന്നിട്ട് ബെഡ് 1 ഒന്ന് ഹൈഡ് ചെയ്യുക. അതിനുശേഷം ഈ വിൻഡോന്റെ ഇതുവരെ മാർക്ക് ചെയ്യുക. റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനുശേഷം ഈ വിൻഡോന്റെ ഓപ്പണിങ് ഇവിടുന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മേക്ക് എ കമ്പോണന്റ് ആക്കുന്നുണ്ട്. ഒന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ എക്സ്ട്രാ വരുന്ന പീസിനെ ഒന്ന് ഡിലീറ്റ് ആക്കുക. ഇതിന് 2 സെന്റിമീറ്റർ നമുക്ക് തിക്നെസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ ഐസൊലേറ്റ് ഓഫ് ചെയ്തിട്ട് അതിനെ മിറർ ചെയ്ത് ഇപ്പുറത്തെ വിൻഡോയുടെ ഭാഗത്തോട്ടും വെക്കുക. അപ്പൊ നമ്മൾ കമ്പോണന്റ് ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഓട്ടോമാറ്റിക് എഡിറ്റ് ആയിക്കോളും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പോണന്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൽ സെൻട്രൽ വരുന്ന ഭാഗം നമുക്ക് വേറെ ഏതെങ്കിലും പാനലിങ് അല്ലെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ചിലപ്പം പാനലിങ് ചെയ്യാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വാൾപേപ്പർ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സെൻട്രൽ വാൾപേപ്പറിനെ കൊടുക്കുക. അതിന് വേണ്ടി അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെൻട്രൽ വരുന്ന പീസ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്കൊരു കളർ അപ്ലൈ ചെയ്യാം. ഈ ലൂവർ പാനൽ വരുന്നിടത്തും നമുക്ക് പിന്നെ കളർ അപ്ലൈ ചെയ്തിട്ട് ഇതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം എഡിറ്റ് വന്നിട്ട് ടെക്സ്ചർ അപ്ലൈ ചെയ്യാണ്. നമുക്ക് ഒരുപാട് കമ്പനികളുടെ ലൂവർ പാനൽ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. എല്ലാ കൺട്രീസിലും അവൈലബിൾ ആണ്. അപ്പോൾ നോക്കിയിട്ട് അവരുടെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഈ ഒരു ലൂവർ എടുത്തിരിക്കുന്നത് ഡീൻഡർലെക്സ് എന്ന കമ്പനീൻ്റെ ലൂവറാണ്. ഞാൻ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വരച്ചെടുക്കട്ടോ, സിമ്പിളായിട്ട് തന്നെ വരക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ എന്താ പറയുക, ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ ക്ലയൻസിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യല്. കാരണം നമ്മൾ അത്രയും വരച്ചിട്ട് പിന്നെ ക്ലയൻറ്റ് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇനീഷ്യൽ സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം ബെഡ് ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ ഹെഡ് ബോർഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കളർ സെലക്ട് ചെയ്യുക. അതിനൊരു ടെക്സ്ചർ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതും ഡീൻഡർലെക്സ് എന്ന കമ്പനീൻ്റെ വാൾപേപ്പർ തന്നെയാണ് വരുന്നത്. ഈ കാർപ്പറ്റിന് നമുക്ക് സെപ്പറേറ്റ് ഒരു കളർ കൊടുക്കണം. രണ്ടും സിംഗിൾ കളറായി പോയി കൊടുത്തത്. നമുക്ക് തീം ലാസ്റ്റ് മാച്ച് ചെയ്യാം. നമ്മൾ ആദ്യം മോഡലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തീം മാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് വാർഡ്രോബ് വിത്ത് മിറർ യൂണിറ്റ് ആണ്. അത് നമുക്ക് മോഡൽ ചെയ്യാം. ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചതുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ വീഡിയോക്ക് ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് മോഡൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത പാർട്ടായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റായിട്ട് ചോദിക്കുക. അതല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്ചറുകൾ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ പിന്നെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അതല്ലെങ്കിൽ നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. പിന്നെ ആർക്കെങ്കിലും നമ്മളെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക.